Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 20 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ലാൻസ് വേഴ്സസ് ലാൻസും അതേപോലെ ആർത്തർ വേഴ്സസ് യൂട്ടോൻ്റെ ഒരു കിഡിലൻ ഫൈറ്റ് ആയിരിക്കും കാണാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് എടുക്കാം, അധികമൊന്നും സമയം കളയാതെ. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ആയയുടെ ശരീരത്ത് ചെറിയൊരു അറ്റാക്ക് ഹോൾഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ആയ, നിന്റെ ഇലൂഷനും നിന്റെ സാഡ് സ്റ്റൈലുള്ള രീതിയൊന്നും എൻ്റെ അടുത്ത് വർക്ക് ചെയ്തില്ല. എനിക്കറിയാം നീ ബാക്കിയുള്ളവരെ ടോർച്ചർ ചെയ്താണ് എപ്പോഴും കൊല്ലാറെന്ന്. പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ ഒരാളായിരിക്കത്തില്ല. അയ്യോ അത് കൊള്ളാം. ഞാനിങ്ങോട്ട് വന്ന വഴി ആ ഒരു ലവ്ലി സ്റ്റാച്ചു ഞാൻ കണ്ടിരുന്നു, നീ ക്രിയേറ്റ് ചെയ്തില്ലേ. ഈ സമയത്ത് തന്നെ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓരോ അറ്റാക്സും അവൾ പിടിച്ചെടുത്തിട്ട് പറയുകയും ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല, നീ അത്ര സ്നേഹത്തോടെയല്ലേ അവനെ കൊന്നത്. അവൻ മരിക്കേണ്ടവനായിരുന്നു, അവൻ അതൊക്കെയാണ് ചെയ്തത്. എത്ര പേരാണ് അവൻ എൻസ്ലേവ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവളായിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ എല്ലായിടത്തുനിന്നും മായായി മാഞ്ഞു പൊക്കൊണ്ടേയിരുന്നു. അതുകൊള്ളാം, നീ അപ്പോൾ ആ ലോജിക്ക് വെച്ചുകൊണ്ടാണ് ഡിക്ക തന്നെ നീ ബിട്രേ ചെയ്തത്. നിങ്ങൾ എൽസിന് ഞങ്ങളുടെ അവസ്ഥ ഒരിക്കലും മനസ്സിലാത്തില്ല. ഞങ്ങളുടെ ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാവോ? യുദ്ധം കഴിഞ്ഞിട്ട് പോലും ഡോസ് എല്ലാവരും ഒരു ലോവർ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള മാജിക് ആയിരുന്നു കൂടുതലുള്ളത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെയല്ല കണ്ടത്. ഞങ്ങളുടെ ഇടയിലെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ എപ്പോഴും മുതലെടുക്കുകയാണ് ചെയ്തത്. ലോർഡ് റാഡിസിനെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വിട്രന്റെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ചേരുന്നതായിരിക്കും. അപ്പൊ നീയൊക്കെ എന്നാണ് വിചാരിച്ചത്? വിട്രെ നിന്റെ പീപ്പിൾസിനെ ഒന്നും ചെയ്യത്തില്ലെന്നോ? ഇടത് നിങ്ങളും അവരുടെ ഫ്രണ്ട് ലെസർ ബീങ്സ് തന്നെയാണ്. ഈ വിട്രയായിട്ട് അവരുടെ കൂടെയുള്ള ആലക്രൻസിനെ എല്ലാത്തിനും എക്സ്പീരിയൻസ് ആണ് ചെയ്തത്. അത് തന്നെ നിങ്ങളെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എൽഫ്സിനും മനുഷ്യർക്കും നിങ്ങൾ ഡോഗ്സിനും എല്ലാവർക്കും അത് തന്നെയായിരിക്കും വിധിച്ചിട്ടുള്ളതെന്ന് പറയാൻ നേരത്ത് അവനായിട്ട് പെട്ടെന്ന് ഒരു ഗ്യാപ്പാണ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്കും അവളാട്ടെ ബ്ലോക്ക് ചെയ്ത് കളയും. എന്നാൽ മാസിയുള്ള അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവളുടെ ചുറ്റിനുള്ള പലർക്കും ആ ഒരു അറ്റാക്ക് ഏൽക്കുന്നുണ്ട്. അതെന്ത് പറ്റി? നീ ഇപ്പം നിന്റെ ആലക്രൻസിനെ പ്രൊട്ടക്ട് ചെയ്തില്ലേ? അവരെന്തായാലും മരിക്കാനുള്ളവരാണ്. അത് മാത്രമല്ല ഈ ടണൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ എന്തായാലും അറിയാം. സോ നീ എന്നെ നോക്കുന്നുണ്ട് അവൻ നേരെ ചാടി അവളെ അറ്റാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓൾഫ്ലഡറെ പെട്ടെന്ന് കൊച്ചിന് സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവനായിട്ട് ഒരു ആർമറും ക്രിയേറ്റ് ചെയ്യും. എന്നാൽ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സോൾജേഴ്സിനെയും ആയ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്ത് ഒരു മാസീവുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഓൾഫ്രണ്ടിനെ മേത്ത് വന്ന് വീഴിയെ അവനായിട്ട് പുറയിൽ പോയി ഇടിച്ച് താഴെ വീണ് കഥക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ വീണ്ടും വന്നിട്ട് പറയും ചെയ്യും, ഇത് ചെക്ക്മേറ്റ് ആണ്, നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഡ്യുവൽ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയേക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ നിന്റെ കഥ തീർക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ നേരെ ഒരു അറ്റാക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്തത്. എന്നിട്ട് വീണ്ടും ഒരു ആർമർ ക്രിയേറ്റ് ചെയ്ത് അവളുടെ നേരെ വരുന്നുണ്ട്. അവളുടെ കറക്റ്റ് സമയത്ത് അത് ഡോഡ്ജ് ചെയ്ത് അവൻ്റെ തല നോക്കി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു അറ്റാക്ക് അവൻ്റെ തലയിലല്ലായിരുന്നു കൊണ്ടത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാനയും ബാക്കിയുള്ള കാര്യങ്ങളും അവളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് പിടിച്ചു കയറും. അവളാട്ടെ അത് കാണുമ്പോൾ ഞെട്ടുകയും ചെയ്യും. നീ ശരിക്കും ക്ലെവറുമാണ്, റിസോഴ്സ്ഫുള്ളുമാണ്, പക്ഷേ പേഷ്യൻസ് അത് നിനക്ക് പണ്ടേ ഇല്ലെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈയാട്ടെ അവളുടെ ശരീരത്തിൻ്റെ അകത്തൂടെ കുത്തിയിറക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഇതൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ലായ. ഐ ആം സോറി എന്നും പറയാൻ നേരത്ത് പിന്നെ കാണിക്കുന്നത് ആർത്തറിനെ യൂട്ടോനെയാണ്. ആർത്തർ, എനിക്കറിയാം അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്, മറ്റേ റിട്ടേൺ വെച്ച് ഇവനെ കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. അല്ല, നിന്റെ മോട്ടീവ് എന്താണ്? ഞാനൊരു എനിമിയല്ലേ? എനിക്ക് തോന്നുന്നു നീ റിവെഞ്ച് സീക്കാൻ വന്നതായിരിക്കും. അതുകൊള്ളാം, ഈ ഒരു ബാറ്റിൽ ഒരിക്കലും റിവെഞ്ചിന് വേണ്ടിയല്ല. അതെന്ത് പറ്റി? ഞാനോർത്തത് ഞാൻ ആ എൽഫിനെ കൊന്നില്ലേ, ചിലപ്പോൾ അതിൻ്റെ റിവെഞ്ചിന് വേണ്ടിയായിരിക്കും നീ ഇവിടേക്ക് വന്നതെന്നാണ്. അവൾ മരിക്കാൻ നേരത്ത് അവളുടെ കൂടെ അവസാനമായിട്ടുണ്ടായിരുന്നത് ഞാനാണ്. ഇത് റിവെഞ്ചിനെക്കാട്ട് കൂടുതൽ നിന്നെ കൊല്ലേണ്ട ഒരാളാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഓ അങ്ങനെയാണ്, അത് ശരിക്കും ഡിസപ്പോയിൻറ്റിങ് ആണല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ ടൗണിലുണ്ടായിരുന്ന കുറച്ചധികം ആൾക്കാരെ കൊന്നു കളയുന്നുണ്ട്. ഇത് കാണുന്നിടത്ത് ആർത്തർ ശരിക്കും ഞെട്ടി. നിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലണമായിരുന്നു, അതായിരുന്നു വേണ്ടത്. അതുമല്ല നിന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും കൊല്ലണമായിരുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് സൈഡിലുള്ളവരത്തിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യമായിട്ട് അത് തടയുന്നുണ്ട്. നിർത്ത്, നീ എന്ത് കാണിക്കുവാണ്? ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുവാണ്. ഇതെല്ലാം ചെയ്യാൻ നിർത്ത്. നിനക്ക് ദേഷ്യം പിടിക്കുമോ ഇല്ലയോ ഒന്ന് അറിയണമല്ലോ. ഈ സമയത്ത് തന്നെ യൂട്ടോ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ തടഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് രക്ഷപ്പെടാനും പറയുന്നുണ്ട്. അല്ല, നിന്റെ ഫാമിലിയെ കൊല്ലണ്ട, അതിലും കുറച്ചുകൂടെ പ്രിയപ്പെട്ട ഒരാളെ കൊന്നാലോ? ആ ലിറ്റിലുള്ള എൽഫ് പ്രിൻസസ്, അവളെ എങ്ങോട്ട് കൊന്നാലോ? അവളുടെ
പേരെന്തുവാണെന്ന് ചോദിക്കാൻ നേരത്ത് ആർത്തർ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സിൽവി അപ്പം തന്നെ ട്രാൻസ്ഫോം ആയിട്ട് അവനെ കിട്ടിലൊരു അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് എടുത്ത് എറിയുകയും ചെയ്യും. സിൽവി നന്നായി. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, നിന്റെ മാന ബീസ്റ്റ് അത് കണ്ടിട്ട് ഒരു ഡ്രാഗനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ മാന ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയുള്ള ലെസർ ആണല്ലേ. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നാർക്കും ഇവിടെ സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു മാസീവ് ആളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആർത്തറും സിൽവി അതെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഭാഗ്യമുണ്ട് സിൽവി, ഒരു റിട്ടേണറിനെ പോലും നിന്റെ ഐഡന്റിറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ എന്തായാലും അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആർത്തർ താഴത്തേക്ക് ചാടി അവിടെയുള്ള പലതും ഡിസ്ട്രോയ് ചെയ്തിട്ട് നേരെ യൂട്ടയുടെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ഒരു ബിഗ് ആയിട്ടുള്ള ക്ലാഷ് നടക്കുന്നുണ്ട്. നീ വിചാരിച്ചത്ര മോശമൊന്നുമല്ല കേട്ടോ. ഈ സമയത്ത് തന്നെ സിൽവി പറയും ചെയ്യും, ആർത്തർ കുനിയാൻ നോക്കുന്ന പറയുന്ന അടുത്ത സെക്കൻഡ് അവൾ വാല കൊണ്ട് ഒരു കിഡിലിനെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ യൂട്ടോനെ ദൂരത്തേക്ക് തേറിപ്പിക്കുന്നുണ്ട്. ആർത്തർ അവനെന്തായാലും മരിച്ചിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ സിൽവി നമ്മളിപ്പോൾ ഹീൽ ചെയ്യണ്ട, വെയിറ്റ് ചെയ്ത് പറയുമ്പോൾ പെട്ടെന്നാണ് ഊട്ടോ അവിടുന്ന് ചാടി വന്നിട്ട് ആർത്തറിന് നേരെ ഒരു അറ്റാക്ക് ചെയ്തത്. ആർത്തറാട്ടെ കറക്റ്റ് സമയത്ത് ഒരു ബ്ലാക്ക് ലൈറ്റ്നിങ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിർത്താതെ തന്നെ പല പല അറ്റാക്സ് യൂട്ടോടെ നേരെ ചെയ്യുന്നുണ്ടെങ്കിലും യൂട്ടോയുടെ അത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാം ഡോട്ട് ചെയ്ത് കളയും. എന്നിട്ട് അവൻ്റെ സോഡ് ബ്ലോക്ക് ചെയ്തിട്ട് പറയുകയും ചെയ്യും, ഞാൻ സത്യം പറഞ്ഞാൽ നിന്നിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു ആർത്തർ. ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂട്ടോയുടെ അറ്റാക്ക് അത് ഫോസ്റ്റർ ആവുന്നുണ്ട്, സ്ട്രോങ്ങർ ആവുന്നുണ്ട്. നമ്മൾ ഈ ഫൈറ്റ് അധികം നേരം പിടിച്ചു വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആർത്തർ ഒരു കിഡിൽ അറ്റാക്ക് നിലത്ത് നോക്കി ചെയ്യുന്നത്. ഈ സമയത്താണ് ആർത്തർ അത് ശ്രദ്ധിച്ചത്. സിൽവി കിട്ടിയിരിക്കുന്നു ഷാഡോസ് ഉള്ള സ്ഥലത്ത് മാത്രമേ അവൻ ആ ഏത്തർ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ആ ബ്ലാക്ക് സ്പൈസസ് വരുന്നത് ഷാഡോസ് ഉള്ള ഏരിയകളിലാണ്, ഡാർക്ക്നെസ് ഉള്ള ഏരിയകളിൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ ഇനിയും സ്ട്രോങ്ങർ ആകത്തേ ഉള്ളൂ, നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ ആർത്തറിൻ്റെ പുറകിൽ കയറി പിടിച്ച് ദൂരത്തേക്ക് ആർത്തറിൻ്റെ അടുത്ത് എറിയുന്നുണ്ട്. ആർത്തറുടെ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് താഴത്തേക്ക് വീണു. ആർത്തർ റെഡി ആക്കിയോ? നീ എന്ത് ചെയ്യാനായിട്ട് പോന്നു? നിന്റെ പ്ലാൻ എന്താണ്? അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഷാഡോസിൻ്റെ പുറത്തേക്ക് പോകുകയാണെന്ന് പറയുന്നിടത്ത് യൂട്ടോ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ എത്തുന്നില്ലായിരുന്നു. പിന്നെ കാണുന്നത് ആർത്തറിനെ കൊണ്ട് സിൽവി മേഘങ്ങളുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമയത്ത് തന്നെ യൂട്ടോം ചാടി കണ്ട് പറയും ചെയ്യേ, നീ ശരിക്കും ബുദ്ധിമാനാണ്, നീ എൻ്റെ വീക്ക്നെസ് കണ്ടെത്തിയല്ലേ സിൽവി, നിനക്കെന്നെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ആർത്തർ അവനെ നേരെ ചാടി ഒന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ലായിരുന്നു. യൂട്ടോ വീണ്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആർത്തറാട്ടെ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് മിഡ് എയറിൽ നിന്നുകൊണ്ട് സിൽവിയുടെ ബോഡിയിലേക്ക് തിരിച്ചു വന്ന് അവിടെ കുത്തി ചാടി വീണ്ടും നമ്മുടെ യൂട്ടോനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു ഫൈറ്റ് കാണുന്ന നേരത്ത് യൂട്ടോ അധികം സ്ട്രഗിൾ ചെയ്ത പോലെ തോന്നില്ല. കാര്യം ആർത്തറാണ് ഇവിടെ കുറച്ചധികം കഷ്ടപ്പെടുന്നത്. യൂട്ടോയുടെ ഓരോ അറ്റാക്സും ആർത്തറിന്റെ മേൽ അത്രത്തോളം പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് ഹാൻഡിക്യാപ്പ്. നിനക്ക് പ്രോപ്പർലി ഒരു സിംഗിൾ ആളുള്ള അറ്റാക്ക് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ഡള്ളാണ്, ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല, എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്നോട് ക്ഷമിക്ക്, പക്ഷേ ഞാനിവിടെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ആത്രട്ടെ തൻ്റെ സോഡിലേക്ക് ബ്ലാക്ക് ലൈറ്റ്നിങ്, ഐസ്, ഫയർ അവനെ കൊണ്ട് പറ്റുന്ന എല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് നിന്നെ ചാടി താഴത്തേക്ക് വന്നിട്ട് പറയും ചെയ്യും, ഞാനിവിടെ ഫൈറ്റ് ചെയ്യുന്നത് നിന്നെ ഇമ്പ്രസ് ചെയ്യാനല്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് ആ ഒരു സോഡ് കുത്തി ഇറക്കുന്നുണ്ട്. ഇത് കാണുന്നിടത്ത് ആർത്തർ പറയും ചെയ്യും, സിൽവി നമ്മളത് ചെയ്തിരിക്കുന്നു. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ച് പോയത്. അവനട്ടെ ആ സോഡ് തിരിച്ച് ഊരാൻ സാധിക്കുന്നില്ല. ആർത്തറിൻ്റെ ടെൻഷൻ കൂടിക്കൂടി വന്നു. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിമിഷങ്ങൾ പോലും ആയില്ല, അതിനു മുമ്പ് തന്നെ നീ എൻ്റെ വീക്ക്നെസ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നീ എന്താണ് വിചാരിച്ചത്? ഞാനത് എപ്പോഴേ കണ്ടെത്തിയ ഒരു കാര്യമായിരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്ടോ തിരിഞ്ഞ ആർത്തറിനെ നോക്കാൻ നേരത്ത് അവൻ്റെ ശരീരത്തിൻ്റെ അന്ന് എന്തൊക്കെ പതുക്കെ പൊങ്ങി വന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കിടിലൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.